നിലവിൽ നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ട്? 10,000, 50,000, 1,00,000, എത്രയും ആയിക്കോട്ടെ. നിങ്ങളുടെ കയ്യിൽ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട്? ഒന്നിലധികം ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അതേപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് എത്ര ലോണുകളുണ്ട്? ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, അതേപോലെ തന്നെ പേഴ്സണൽ ലോൺ. സത്യത്തിൽ ഇന്ന് മലയാളികളെല്ലാം തന്നെ ഫിനാൻഷ്യൽ ട്രാപ്പിൻ്റെ അകത്താണ്. ഒരു ദിവസം പോലും മനസ്സമാധാനമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ജപ്തിക്കും ഒക്കെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സാലറി ലഭിച്ചാലും അതെങ്ങനെ ചെലവഴിക്കണമെന്നും അതേപോലെ തന്നെ അതെങ്ങനെ വിനിയോഗിക്കണമെന്നും അറിയാതെ ഫിനാൻഷ്യൽ ട്രാപ്പിൻ്റെ അകത്താണ് ബഹുഭൂരിപക്ഷം മലയാളികളും. ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ട്രാപ്പിൻ്റെ അകത്തു നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, എന്തുകൊണ്ടാണ് മലയാളികൾ ഫിനാൻഷ്യൽ ട്രാപ്പിൽ വന്ന് പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ട്രാപ്പിൻ്റെ അകത്ത് മലയാളികൾ പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തതാണ്. സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്നു, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു. ധാരാളം അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു അറിവും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നത് ഒരു സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ ഇന്ന് ഫിനാൻഷ്യൽ ട്രാപ്പിൻ്റെ അകത്ത് പെടുന്നത്. 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, സാലറി ഉണ്ടെങ്കിലും എവിടെയും എത്തുന്നില്ല. കൂടുതൽ ലോണുകളും ബാധ്യതകളും അല്ലാതെ മലയാളികൾക്കൊന്നുമില്ല. കാരണം പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും, സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായിട്ടുള്ള പ്രശ്നമാണ് സാമൂഹിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ എടുക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ EMI-ലാണെങ്കിൽ കൂടെ ആപ്പിളിൻ്റെ ഐഫോൺ എടുക്കും. അതായത് ഒരു കണക്ക് പറയുന്നത് ഇന്ന് കേരളത്തിൽ 80% ആൾക്കാർ ആപ്പിൾ ഐഫോൺ എടുക്കാൻ യോഗ്യതയുള്ളവരല്ല. കാരണം ബഹുഭൂരിപക്ഷ ആൾക്കാരും EMI-ലാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ട്രാപ്പിൽ അവർ അകപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് കാണിച്ചു വെക്കുന്നത് എന്ന്. അതേപോലെ തന്നെ വണ്ടി എടുക്കണം, അതേപോലെ തന്നെ വീട് പണിയണം, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ. സാമൂഹിക സമ്മർദ്ദവും. അപ്പോൾ സ്വാഭാവികമായും ഈ ട്രാപ്പിനകത്തേക്ക് വളരെ വേഗത്തിൽ മലയാളി വീഴും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ലോൺ ഉണ്ട്, അതേപോലെ തന്നെ ഒരു തരത്തിലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, സാമൂഹിക സമ്മർദ്ദം. അടുത്തതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാങ്ക് വാരിക്കോരി ലോൺ തരും എന്നതാണ്. അതായത് പണ്ടൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ എന്ത് പാടായിരുന്നു, ഒരു ലോൺ കിട്ടാൻ എന്ത് പാടായിരുന്നു. എന്നാൽ ഇന്ന് ബാങ്കിനെ പോയി ഒന്ന് അപ്രോച്ച് ചെയ്താൽ മതി. ഓൺലൈന് വേണോ ഓഫ്ലൈന് വേണോ എങ്ങനെ വേണമെങ്കിലും ലോൺ തരാൻ ബാങ്ക് റെഡിയാണ്. ഇങ്ങനെ വാരിക്കോരി ലോൺ തരുന്ന സമയത്ത് സത്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈ ട്രാപ്പിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് റിസർവ് ബാങ്ക് ഒന്ന് വളരെയധികം നോട്ടുകൾ അച്ചടിക്കുന്നുണ്ട്. നോട്ടുകൾ വളരെയധികം അച്ചടിക്കുന്നുണ്ട്. റിസർവ് ബാങ്കിന് അവിടെ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് താഴെ തട്ടിലേക്ക് എത്തിക്കണം. റിസർവ് ബാങ്കിനും വരുമാനം വേണം. അതിനെന്താണ് ഇവർ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കും. അതായത് SBI, അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, IDBI, ആക്സിസ്, ICICI ബാങ്കുകൾക്ക് ഈ ക്യാഷ് മൊത്തം കൊടുക്കും. ഈ ക്യാഷ് മൊത്തം കൊടുക്കുന്ന സമയത്ത് ബാങ്കുകൾ എന്ത് ചെയ്യും? ഇത് താഴെത്തട്ടുള്ള കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കും. എങ്ങനെ? ക്രെഡിറ്റ് കാർഡായിട്ട്, അതേപോലെ തന്നെ ലോണുകളായിട്ട്, ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ, ഇങ്ങനെയുള്ള ലോണുകളായിട്ട് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ ലോൺ ആക്സസ് അവൈലബിൾ ആക്കും. അതേപോലെ തന്നെ ധാരാളം ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കും. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ലോൺ കിട്ടുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് വളരെ എളുപ്പത്തിൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ മതി, വളരെ വേഗത്തിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അതുകൊണ്ട് വളരെ വേഗത്തിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് സന്തോഷം. പക്ഷേ ഇതൊരു ട്രാപ്പാണ്. അതായത് ബാങ്കുകൾ ഇങ്ങനെ അധികം ലോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇതെങ്ങനെ വിനിയോഗിക്കണം എന്നറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. നിങ്ങൾ ഫിനാൻഷ്യൽ ട്രാപ്പിലാണ് അകപ്പെടുന്നത്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സൗജന്യം കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായും ഫിനാൻഷ്യൽ ട്രാപ്പിലാണ് നിങ്ങൾ അകപ്പെടുന്നതെന്ന് 100% ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അടുത്തതായി സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം അഡ്വർടൈസ്മെൻറ്റുകളും മറ്റും കാണുമ്പോൾ ഏത് പ്രോഡക്റ്റ് വളരെ എളുപ്പത്തിൽ കൈക്കലാക്കാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ നീഡ് നമുക്ക് ഫീൽ ചെയ്യും. ആവശ്യമുള്ളതാണെങ്കിലും അല്ലെങ്കിലും വളരെ വേഗത്തിൽ നമ്മൾ അത് പർച്ചേസ് ചെയ്യും. ഇങ്ങനെ ഒരു പർച്ചേസ് ബിഹേവിയർ നമ്മൾ അറിയാതെ സ്വഭാവത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളെ സാമ്പത്തിക ബാധ്യതയിലോട്ട് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും റീസൺ കൊണ്ടാണ് നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരും ഫിനാൻഷ്യൽ ട്രാപ്പിൽ അല്ലെങ്കിൽ ലോൺ ട്രാപ്പിൽ അകപ്പെടുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാം. എങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കും? നിങ്ങളുടെ വരവിനെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും കൃത്യമായ ധാരണയും അതേപോലെ തന്നെ നിങ്ങളുടെ സ്പെൻഡിങ്ങിനെ കുറിച്ച് അനാവശ്യ ചെലവ് എവിടെയെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് കട്ട് ചെയ്യുകയും വേണം. അതിനെന്താണ് വേണ്ടത്? ബഡ്ജറ്റ് തയ്യാറാക്കണം. കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വരവെത്ര ചെലവെത്ര എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. അനാവശ്യ ചെലവുകൾ നിങ്ങൾ കട്ട് ചെയ്യുക തന്നെ വേണം. അടുത്തതായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കടം വീട്ടാനുള്ള നടപടികൾ ആക്ഷനിലോട്ട് കടക്കണം. അതായത് നിങ്ങൾക്ക് ധാരാളം ലോണുകൾ ഉണ്ടായിരിക്കും. അതായത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ലോണുകൾക്കാണെങ്കിൽ ഒരു 30 മുതൽ 40% വരെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ സാധാരണ ലോണുകളാണെങ്കിൽ ഒരു ഹോം ലോണൊക്കെ ആണെങ്കിൽ ഒരു 8 മുതൽ 15% ഒക്കെ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അതായത് പേഴ്സണൽ ലോൺ, ഹോം ലോൺ എന്നിവയ്ക്കൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയ ലോണുകൾ ആദ്യം നിങ്ങൾ ക്ലോസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇൻട്രസ്റ്റ് കുറഞ്ഞവ പയ്യെ നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടിക്കൊണ്ട് കൃത്യമായി ഈ ലോൺ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ട ലോൺ ഏതാണ്, അതിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ട ലോൺ ഏതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. അതേപോലെ തന്നെ ഒരു SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ബൂം ആവുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന വണ്ണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പൗണ്ടിങ് ത്രൂ നിങ്ങൾക്ക് വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു 1000 രൂപ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരാശരി നിങ്ങൾക്ക് വരുന്ന എത്രയാണ്? 12,000 രൂപ. എന്നാൽ അതിൻ്റെ കൂടെ മാർക്കറ്റ് വളരെയധികം ബൂം ആകുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കൂടുമ്പോഴത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ 12,000 എന്നുള്ളത് 16,000 20,000 ആകാം. അപ്പം നിങ്ങൾക്ക് വളരെ വലിയൊരു എമൗണ്ട് ലാഭമായിട്ട് കിട്ടും. ഈ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ലോണിലോട്ട് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കാതെ തന്നെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയും അത് ലോണിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. അങ്ങനെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ ലോണെല്ലാം നിങ്ങൾ തീർത്തു. ഇനി സമാധാനത്തോടെ ജീവിക്കാം എന്ന് വെച്ച് നിങ്ങൾ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ വിട്ടുകളയരുത്. ലോൺ അടച്ചു തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് സെറ്റിൽ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസും അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും വേണം. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അനർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുടുംബം കടക്കണിയിലോട്ട് പോകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് കുടുംബത്തിന് പിന്നീട് ജീവിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന എന്ത് വേണം? എമൗണ്ട് വേണം. അതേപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആയിക്കഴിഞ്ഞാൽ അവിടെയും വലിയ സാമ്പത്തിക ബാധ്യതയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് നിർബന്ധമായും വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡീഷണലി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ധാരാളം പാർട്ട് ടൈം വർക്കുകൾ ചെയ്യേണ്ടി വരും. സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത്തരം ആക്ടിവിറ്റികളിലോട്ട് നിങ്ങൾ പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നിലവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. ഇത് കടം ഉള്ള സമയത്തും നിങ്ങൾ ഇൻകം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വരവ് ചെലവ് നോട്ട് ചെയ്തു വെക്കുന്നത് നിർത്താൻ പാടില്ല. അത് കൃത്യമായി പിന്നീട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. പിന്നെ നിങ്ങൾ മാസം ഓഡിറ്റ് ചെയ്യുകയും അനാവശ്യ ചെലവുകൾ കട്ട് ചെയ്യുകയും വേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും മ്യൂച്വൽ ഫണ്ടിൽ. ആ ശീലം നിങ്ങൾ നിർത്താൻ പാടില്ല. അതൊരു ഹാബിറ്റാക്കി മാറ്റുക. അപ്പോൾ പിന്നീട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീടും ധാരാളം ആവശ്യങ്ങളുണ്ട്. വണ്ടി വാങ്ങിക്കണം, വീട് വെക്കണം, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടിക്ക് പിടിക്കാതെ മുന്നോട്ട് കൃത്യമായി നിങ്ങൾക്ക് പോകാൻ പറ്റും. സാമ്പത്തിക ബാധ്യതകളോട്ട് നിങ്ങൾ വീണ്ടും പോകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ട്രാപ്പിൽ നിന്നും കൃത്യമായി വിമുക്തനാവാനും സാമ്പത്തികമായി മുന്നേറാനും ഇത്തരം ശീലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും.
ഇതേപോലെ അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതേപോലെ തന്നെ ഈ അറിവ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.